ഭൂട്ടാൻ കാർ കള്ളക്കടത്തിന് പിന്നിൽ വിദേശത്തു നിന്നുള്ളവരുടെ പങ്കുകൂടി അന്വേഷിക്കുകയാണ്. ഇപ്പോൾ DRIയും NIA ഉൾപ്പെടെയുള്ള ഏജൻസികളുമായി അന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കും. NIA ഡയറക്ടർ ജനറൽ SV ദത്തെ കേരള പോലീസ് മേധാവിയുമായും ഇക്കാര്യത്തിൽ ചർച്ച നടത്തുമെന്നാണ് സൂചന. ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ബാലഗോപാൽ, ഈ സംഭവം കൂടുതൽ സങ്കീർണമാകുന്നു അല്ലേ? വലിയ ഒരു ക്യാൻവാസിലേക്ക് പോകുന്നു എന്നതാണ്. കേരള പോലീസ് മേധാവിയുമായിട്ട് NIAയുടെ ചുമതല ഉള്ള ഉദ്യോഗസ്ഥൻ തന്നെ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഗൗരവത്തിലാണ് ഏജൻസികൾ, എല്ലാ ഏജൻസികളും അന്വേഷിക്കുന്നത്. ഇത് രാജ്യസുരക്ഷ വെറുമൊരു വണ്ടിയുടെ രേഖ മാറ്റി എന്നതല്ലല്ലോ. അതിർത്തി കടന്നെത്തി വാഹനങ്ങൾ കടന്നെങ്കിൽ എന്തൊക്കെ അതിർത്തി കടന്നിട്ടുണ്ടാകുമെന്ന ആശങ്ക, അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുന്നു അല്ലേ? വളരെ ഗൗരവമായ വിഷയമായി മാറുകയാണത്. ഈ വിഷയം തീർച്ചയായും വളരെ ഗൗരവമായ ഒരു വിഷയമായി ഇത് മാറുകയാണ്. സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഡൽഹിയിലെ DRI കേന്ദ്രങ്ങളൊക്കെ പറയുന്നത്. കാരണം ഇതിന് പിന്നിൽ ഒരു സംഘടിതമായ ഈ ശ്രമം അല്ലെങ്കിൽ സംഘടിതമായ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന ഒരു പ്രാഥമികമായ നിഗമനത്തിലാണ് ഇപ്പോൾ DRI എത്തിച്ചേർന്നിട്ടുള്ളത്. കാരണം ഈ ഹിമാചൽ പ്രദേശിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, ഭൂട്ടാനിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ, അവയ്ക്ക് ഹിമാചൽ പ്രദേശിൽ രജിസ്ട്രേഷൻ നൽകുന്നു. ആ രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. കാരണം ഡൽഹിയിലെ മായാപുരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് പഴയ വാഹനങ്ങളുടെ ഈ ചേസിസും അതുപോലെ തന്നെ എൻജിൻ നമ്പറും ഒക്കെ സംഘടിപ്പിച്ച അത് ഈ ഹിമാചൽ പ്രദേശിലൊക്കെ ഈ രജിസ്ട്രേഷനായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് DRI കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലൊരു വിശാലമായ ശൃംഖല ഉണ്ട് എന്നും അവർ ഈ അന്വേഷണ ഏജൻസികൾ കരുതുന്നുണ്ട്. വിദേശത്തുള്ളവർക്കും ഈ തട്ടിപ്പിൽ കാര്യമായ പങ്കാളിത്തമുണ്ട് എന്നാണ് ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികളൊക്കെ കരുതുന്നത്. ഏതായാലും DRI ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി തങ്ങൾക്ക് ലഭിച്ച വിവരങ്ങളാണ് NIA ഉൾപ്പെടെയുള്ള ഏജൻസികളുമായി കൈമാറിയിട്ടുള്ളത്. NIA ഡയറക്ടർ ജനറൽ SV ദത്തെ ഈ ദിവസങ്ങളിൽ അദ്ദേഹം കേരളത്തിൽ എത്തുന്നുണ്ട്. കേരളത്തിൽ അദ്ദേഹം DGPയുമായി ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഇതിൽ ഈ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം വാഹനങ്ങൾ എത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. മറ്റു ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും ഈ വാഹനങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഇതിൻ്റെ ഈ വ്യാപാരം വളരെ കൂടുതലായി തോതിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ, അതുപോലെ തന്നെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുമെന്നാണ് DRI കേന്ദ്രങ്ങൾ പറയുന്നത്. വളരെ സമഗ്രവും ഗൗരവത്തിലുമുള്ള അന്വേഷണം തന്നെയായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി കഴിയില്ല എന്നും ഈ DRI ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ദിബീഷ്, ശരി. ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ബാലഗോപാൽ നൽകിയത്. ഭൂട്ടാൻ കാർ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് അത് വിപുലമായ നിലയിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോവുകയാണ്. NIA ഡയറക്ടർ ജനറൽ അദ്ദേഹം കേരള പോലീസ് മേധാവിയുമായും ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ സൂചന. ഇത് വളരെ വലിയ ക്യാൻവാസിലുള്ള ഒരു പ്രശ്നമായി തന്നെ കാണുന്നു. രാജ്യസുരക്ഷയെ കൃത്യമായി ബാധിക്കുന്ന ഒരു വിഷയമായി തന്നെ കാണുന്നു. അതുകൊണ്ടാണ് NIA അടക്കമുള്ള ഏജൻസികൾ ഇതിൻ്റെ അന്വേഷണ രംഗത്തേക്ക് വരുന്നത്.